RSS നിയന്ത്രണത്തിലുള്ള ചില സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷത്തിന് വിലക്കേർപ്പെടുത്തിയ സംഭവം അങ്ങേയറ്റം അപലപനീയമാണ്. ഇത് സംബന്ധിച്ച് ആറ്റുകാൽ ചിന്മയ വിദ്യാലയത്തിനെതിരെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് അടിയന്തരമായി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും സ്കൂളുകളെയും കുട്ടികളെയും വർഗീയ പരീക്ഷണശാലകളാക്കാൻ അനുവദിക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ചില സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുകയും ആഘോഷത്തിനായി കുട്ടികളിൽ നിന്ന് പിരിച്ച തുക തിരികെ നൽകുകയും ചെയ്തു എന്ന വാർത്ത അതീവ ഗൗരവത്തോടെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കാണുന്നത്. കേരളം പോലെ ഉയർന്ന ജനാധിപത്യ ബോധവും മതനിരപേക്ഷ സംസ്കാരവുമുള്ള ഒരു സംസ്ഥാനത്ത് കേട്ടുകേൾവിയില്ലാത്ത നടപടിയാണിത്. മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ മനുഷ്യനെ വിഭജിക്കുന്ന സങ്കുചിത മോഡലുകൾ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കാൻ ആരെയും അനുവദിക്കില്ല. ജാതിമത ചിന്തകൾക്കപ്പുറം കുട്ടികൾ ഒന്നിച്ചിരുന്ന് പഠിക്കുകയും ഒന്നിച്ച് വളരുകയും ചെയ്യുന്ന ഇടങ്ങളാണ് നമ്മുടെ വിദ്യാലയങ്ങൾ. അവിടെ വേർതിരിവിന്റെ വിഷവിത്തുകൾ പാകാൻ ശ്രമിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. ഓണവും ക്രിസ്മസും പെരുന്നാളുമെല്ലാം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഒരുപോലെ ആഘോഷിക്കപ്പെടുന്നവയാണ്. പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും കുട്ടികൾ പഠിക്കുന്നത് ഇത്തരം ഒത്തുചേരലുകളിലൂടെയാണെന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം പോസ്റ്റ് ഓഫീസുകളിലെ ക്രിസ്മസ് പുതുവത്സരാഘോഷ പരിപാടികളിൽ ഗണപതി സ്തുതിയും ഗണഗീതവും ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് BMS സംഘടനയായ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയൻ ആവശ്യപ്പെട്ടതും വിവാദമായി. സംഭവത്തെ തുടർന്ന് പ്രതിഷേധം ശക്തമായതോടെ സംസ്ഥാനത്തെ പോസ്റ്റ് ഓഫീസുകളിൽ വ്യാഴാഴ്ച നിശ്ചയിച്ചിരുന്ന ക്രിസ്മസ് ആഘോഷം റദ്ദാക്കാൻ തിരുവനന്തപുരം ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ നിർദ്ദേശം നൽകി. എന്നാൽ ഈ റദ്ദാക്കൽ തീരുമാനം വിഭാഗീയ ശക്തികൾക്ക് മുന്നിലുള്ള കീഴടങ്ങലും കേന്ദ്ര സ്ഥാപനങ്ങളിലെ മതേതര പാരമ്പര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണവുമാണെന്ന് ആക്ഷേപമുയർന്നു. മുൻ വർഷങ്ങളിലും സമാനമായ സംഭവങ്ങൾ കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. 2024 ഇതേ സമയത്ത് തന്നെ പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നടത്തിയ ക്രിസ്മസ് ആഘോഷങ്ങൾ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ തടഞ്ഞതും പാലക്കാട് തത്തമംഗലം GB UP സ്കൂളിൽ സ്ഥാപിച്ച പുൽക്കൂട് തകർത്തതും കടുത്ത പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. നല്ലേപ്പള്ളി സ്കൂളിൽ പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ മുറ്റത്ത് വിദ്യാർത്ഥികൾ സാന്താക്ലോസിന്റെ വേഷമണിഞ്ഞ് ക്രിസ്മസ് ആഘോഷിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായാണ് മൂവർ സംഘത്തിന്റെ ആക്രമണമുണ്ടായത്. വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി നല്ലേപ്പള്ളി വടക്കന്തറ K അനിൽകുമാർ, ബജ്രംഗ് ദൾ ജില്ലാ സംയോജക് തെക്കേദേശം കറുത്തേടത്തുകുളം V സുശാസനൻ, വിശ്വ ഹിന്ദു പരിഷത്ത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് തെക്കുമുറി K വേലായുധൻ എന്നിവരാണ് സ്കൂളിലെത്തി അക്രമം നടത്തിയത്. ആദ്യം ഇവർ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും പാട്ട് ഓഫ് ചെയ്ത് പരിപാടി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. കുട്ടികളുടെ മുന്നിൽ വെച്ച് പ്രധാന അധ്യാപികയെയും അധ്യാപകരെയും ഇവർ അസഭ്യം പറയുകയും ചെയ്തു. ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടത് എന്ന് പറഞ്ഞായിരുന്നു ഇവർ ആക്രമണം നടത്തിയത്. വടക്കേ ഇന്ത്യയിലെ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്ന രീതിയാണ് BHP നല്ലേപ്പള്ളി സ്കൂളിൽ അനുവർത്തിച്ചത്. പരമാവധി ക്രിസ്ത്യാനികളെ പാർട്ടിക്കൊപ്പം നിർത്തുന്നതിന്റെ ഭാഗമായി ക്രിസ്മസ് കാലത്ത് ക്രൈസ്തവ ഭവനങ്ങളിൽ കേക്കുമായി സ്നേഹ സന്ദേശ യാത്ര സംഘടിപ്പിക്കാൻ BJP ഒരുങ്ങുന്ന സമയത്തായിരുന്നു ഈ അക്രമം. 2024 BJP ഭരിക്കുന്ന മധ്യപ്രദേശിലെ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങളും വിലക്കുകളും ഏർപ്പെടുത്തി വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. മധ്യപ്രദേശിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളെയാണ് ഈ നിയന്ത്രണങ്ങൾ ഏറെയും ബാധിച്ചത്. BJP ഭരിക്കുന്ന ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ക്രിസ്ത്യാനികൾക്കും അവരുടെ സ്ഥാപനങ്ങൾക്കുമെതിരെ ഹിന്ദുത്വ ശക്തികളിൽ നിന്ന് അക്രമങ്ങളും വിവേചനങ്ങളും അരങ്ങേറുന്നത്. തികച്ചും വർഗീയ വിദ്വേഷം പ്രകടിപ്പിക്കുന്ന ഇത്തരം സംഭവങ്ങൾ നമ്മുടെ മതേതര സങ്കല്പത്തിന് കളങ്കം ചാർത്തുന്നതാണ്. ന്യൂനപക്ഷങ്ങളെയും ബഹുസ്വരതയെയും ബഹുമാനിക്കുന്നതാണ് ഇന്ത്യയിലെ മതേതരത്വം. അതേസമയം മതേതരത്വത്തിന്റെ ഇന്ത്യൻ രൂപത്തെ കപട മതേതരത്വം എന്നാണ് വിമർശകർ വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം സോഷ്യൽ മീഡിയയിലും മറ്റും കണ്ട ഒരു പരസ്യം തീർത്തും വിദ്വേഷം ജനിപ്പിക്കുന്നതും ഒപ്പം ആശങ്കകൾ ഉയർത്തുന്നതുമായിരുന്നു. മനുഷ്യന്റെ മനസ്സ് എത്രത്തോളം സങ്കുചിതമാകാമെന്നതിന്റെ ഉദാഹരണമായിരുന്നു ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ആർഷപുരി പൂജ പ്രൊഡക്ട്സിന്റെ ആ പരസ്യം. ഹിന്ദു ഭവനങ്ങളിൽ അലങ്കരിക്കപ്പെടേണ്ടത് ക്രിസ്മസ് സ്റ്റാറുകൾ ഉപയോഗിച്ചല്ല, പവിത്രമായ മണ്ഡലകാലത്ത് അയ്യപ്പസ്വാമിയുടെ ചിത്രം പതിച്ച മകര നക്ഷത്രങ്ങൾ ഉപയോഗിക്കൂ എന്നാണ് അതിലെ മതവിദ്വേഷത്തിന്റെ വിഷം പുരട്ടിയ വാക്കുകൾ. ജാതി മത ഭേദമന്യേ മലയാളികൾ സൗഹാർദ്ദത്തോടെ ആഘോഷിക്കപ്പെടുന്നതാണ് ഓണവും ക്രിസ്മസും ഉൾപ്പെടെയുള്ള ഓരോ ആഘോഷങ്ങളും. എന്നാൽ ലോകം പുരോഗമിച്ച് ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ വരെ എത്തിയിട്ടും ചില വ്യക്തികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും മനസ്സിലുള്ള തീവ്രവും വിഭാഗീയവും ആപൽക്കരവുമായ മതഭ്രാന്ത് മൂത്ത് ഇനിയും ഉറഞ്ഞു തുള്ളുമെന്നാണ് കേരളത്തിലെ RSS നിയന്ത്രണത്തിലുള്ള ചില സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷത്തിന് വിലക്കേർപ്പെടുത്തിയതുൾപ്പെടെയുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്.